Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പെർപെച്വിറ്റി. A perpetuity is a special type of cash flow where equal payments are made at regular intervals, but these payments continue forever. This means that unlike an annuity, there is no end date and the cash flow goes on indefinitely. In short, when same amount is received or paid in regular intervals forever, it is called a perpetuity. പെർപ്പച്വേറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമ്മൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നതോ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഈക്വൽ ആയിരിക്കും. അത് കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെല്ലായിരിക്കും. അതായത് എല്ലാ മാസവും, എല്ലാ 6 മാസം കൂടുമ്പോൾ, എല്ലാ വർഷവും. അപ്പോൾ റെഗുലർ ഇൻ്റർവെല്ലായിരിക്കും, ഈക്വൽ എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഈ പേയ്മെൻറ്റ്സ് കണ്ടിന്യൂ ഫോർ എവർ. ഇതിനൊരു അവസാന ഡേറ്റോ കാലയളവോ നമ്മൾ പറയുന്നുണ്ടാവില്ല. അതിനെയാണ് പെർപെച്വിറ്റി എന്ന് പറയണത്. കാരണം ആനുവിറ്റിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. ഈ എമൗണ്ട് നമുക്കവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. എത്ര കാലത്തേക്കാന്നുള്ളത് അറിയാം. ഏത് ഇൻ്റർവെല്ലിലാണ് അത് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ പെർപെച്വിറ്റിയുടെ ഒരേ ഒരു വ്യത്യാസം എൻഡ് ഡേറ്റ് നമ്മൾ പറയില്ല. കാരണം അത് എത്ര കാലത്തോളം നിലനിൽക്കുന്നോ അത്രയും കാലം വരെ ആ പേയ്മെൻറ്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു ഇൻകമോ അത് കൃത്യമായിട്ട് സെയിം എമൗണ്ട് ആയിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ കിട്ടുകയോ കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പെർപെച്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ, അതായത് ആ ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് എന്താ? ടു പേ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി എവ്രി ഇയർ ഫോർ എവർ. അതായത് ഒരുപാട് വർഷത്തേക്കായിട്ട് ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യും? പേ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ സച്ച് എ ബോണ്ട്, അങ്ങനെ ഒരു ബോണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും ആനുവൽ പേയ്മെൻറ്റ് എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല, തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിനെയാണ് പെർപെച്വിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ പെർപെച്വിറ്റി 2 തരത്തിലാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് ഒന്നാമത്തേൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്വിറ്റി. 2 തരത്തിലാണ് പറയുന്നത്. അതിലൊന്ന് പ്രസൻറ്റ് വാല്യൂ, പെർപെച്വിറ്റിയുടെ മാത്രമായിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ, പെർപെച്വിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ ഗ്രോയിങ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു പെർപെച്വിറ്റി ക്യാഷ് ഫ്ലോ ഹാവ് നോ എൻഡ്. നമ്മൾ പറയുന്നുണ്ട് ഇതിനൊരിക്കലും ഒരു അവസാനം അല്ലെങ്കിൽ ഇത്ര വർഷം വരെ എന്ന് അങ്ങനെ ഒരു കാര്യമേ അവിടെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഇൻ ദ